ഇന്നിപ്പോൾ കെ സുധാകരൻ്റെ ഈ വാർത്താ സമ്മേളനവും അതോടൊപ്പം തന്നെ അദ്ദേഹം ടി വിക്ക് നൽകിയ പല ചാനലുകൾക്ക് നൽകിയ അഭിമുഖമെല്ലാം കണ്ടപ്പോൾ എനിക്കൊരു കാര്യം പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ പഴശ്ശിരാജ സിനിമയിൽ ഉള്ള ഒരു ഡയലോഗാണ്. അതിൻ്റെ അകത്ത് പഴശ്ശിരാജാവ് പറയുന്നുണ്ട്, പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. അത് തന്നെയാണ് ഇന്നിപ്പോൾ സുധാകരൻ പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നത്. സുധാകരൻ ആ വാക്കുകളിൽ ഇക്കാര്യങ്ങൾ പറഞ്ഞില്ല എങ്കിലും സുധാകരൻ പറഞ്ഞ വാക്കുകളെല്ലാം ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നോക്കൂ ചേർത്ത്, ഇപ്പോൾ സാധാരണ ഇപ്പോൾ കെ പി സി പ്രസിഡന്റുമാർ ഒരുപാട് പേര് മാറി വന്നിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടുള്ള കെ പി സി പ്രസിഡന്റ് മാറ്റുന്നത്. പക്ഷേ മുൻപെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് കെ പി സി പ്രസിഡന്റിനെ മാറ്റുന്നത് വരെയുള്ള വലിയ തോതിലുള്ള വിവാദങ്ങളും പരസ്യ പ്രസ്താവനകളും എല്ലാം ഉണ്ടാകും. മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആറിത്തണുത്ത് പോവുകയും പിന്നീട് പുതിയ പ്രസിഡന്റ് കാര്യങ്ങൾ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ഞാൻ ഇതുവരെ കണ്ട ഒരു രീതി. പക്ഷേ ഇവിടെ അതിന് മാറ്റം വന്നിരിക്കുന്നു. അതിന് മാറ്റം വരേണ്ട കാരണമുണ്ട്. കാരണം കെ സുധാകരൻ അങ്ങനെയുള്ളൊരു നേതാവാണ്. കോൺഗ്രസിൽ കെ സുധാകരൻ തലയെടുപ്പുള്ള നേതാവ് തന്നെയാണ് ഇപ്പോൾ ഉള്ളതിൽ. അദ്ദേഹത്തിൻ്റെ ആ തലയെടുപ്പ് അദ്ദേഹം അങ്ങനെ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചാൽ തയ്യാറല്ല എന്ന് തന്നെയാണ് അതിനർത്ഥമെന്ന് വ്യക്തമാക്കുന്ന ഒരു നേതാവ് കൂടിയാണ് കെ സുധാകരൻ. അത് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. കെ സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു. കെ സുധാകരനെ പറയാനുള്ളത് പറയാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ ഇപ്പോൾ പുതിയ പ്രസിഡന്റിനോ അല്ലെങ്കിൽ നിലവിലുള്ള കോൺഗ്രസിൽ നിലവിലുള്ള നേതാക്കൾക്കോ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ അവർക്ക് വലിയ തോതിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ അതൊരു വലിയ ഏറ്റുമുട്ടലിലേക്കും ഈ അടുത്തെങ്ങും തീരാത്ത ഒരു വലിയ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ നീക്കുമെന്ന് ഹൈക്കമാൻഡിനും കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കൾക്കും അറിയാം. അതുകൊണ്ടാണ് കെ സുധാകരൻ പറയുന്നതിന് അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ എന്നുള്ള ഒരു തരത്തിൽ ഈ പറയുന്ന കേരളത്തിലെ നേതാക്കളായാലും ഹൈക്കമാൻഡ് നേതാക്കളായാലും അതിനെ എതിർക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചട്ടം പഠിപ്പിക്കാനോ ഒന്നും നിൽക്കാതെ മാറി നിൽക്കുന്നത് അതൊരു